പ്രവാസലോകത്തെ വേദനകളെയും ഒറ്റപ്പെടലിനെയും കുറിച്ച് നിങ്ങൾ പങ്കുവച്ച ഈ വരികൾ നമ്മുടെ നാട്ടിലെ ഓരോ ആഘോഷങ്ങൾക്കും വീടിന്റെ സന്തോഷങ്ങൾക്കും പിന്നിൽ മറുനാട്ടിൽ വിയർപ്പൊഴുക്കുന്ന ഒരു പ്രവാസിയുണ്ട്. എന്നാൽ അവരുടെ ഉള്ളിലെ സങ്കടങ്ങൾ നമ്മൾ എന്നെങ്കിലും തിരക്കിയിട്ടുണ്ടോ? പ്രവാസി സുഹൃത്തുക്കളുമായി സംസാരിച്ചപ്പോൾ മനസ്സിലായ ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന ചില വേദനകളാണ് ഇവിടെ പങ്കുവെക്കുന്നത്. ആവശ്യങ്ങൾ മാത്രമാകുന്ന ബന്ധങ്ങൾ, സ്വന്തം അനുജന്മാരും ചേട്ടന്മാരും സഹോദരിമാരും കൂടെ നടക്കുന്ന സുഹൃത്തുക്കളും വർഷങ്ങളായി പരിചയവും ബന്ധവുമുള്ള ആളുകൾ പോലും അവരെ വിളിക്കുന്നത് പലപ്പോഴും ആവശ്യങ്ങൾ പറയാൻ മാത്രമാകുന്നു. ഇതിനു പുറമെ നാട്ടിൽ പല കാര്യങ്ങൾക്കായി പണം സമാഹരിക്കുന്നവരും അവരെ വിളിക്കുന്നത് ആവശ്യങ്ങൾ അറിയിക്കാൻ മാത്രമാണ്. ഏറ്റവും സങ്കടകരമായ കാര്യം, ഗൾഫിൽ നിന്ന് ആരെങ്കിലും നാട്ടിലേക്ക് വരുന്നുണ്ടെന്നറിഞ്ഞാൽ ആവശ്യങ്ങൾ പറയാൻ വിളിക്കുന്നവർ പോലും ഒരിക്കൽ പോലും അവരുടെ അവസ്ഥ തിരക്കാറില്ല എന്നതാണ്. നാട്ടിലേക്ക് ഇന്നയാൾ വരുന്നുണ്ടല്ലോ, എനിക്കൊരു ക്രീമോ മറ്റ് സാധനങ്ങളോ വാങ്ങി അയാളുടെ കയ്യിൽ കൊടുത്തുവിടണം എന്ന് പറയാൻ കാണിക്കുന്ന ആവേശം, ഈ യുദ്ധ സാഹചര്യത്തിൽ നീ അവിടെ സുരക്ഷിതനാണോ എന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ആരും കാണിക്കുന്നില്ല എന്നത് ഏറ്റവും വേദനയുണ്ടാക്കുന്ന സത്യമാണ്. തമ്മിലുള്ള യുദ്ധഭീതിയുടെ നിഴലിൽ ഗൾഫ് രാജ്യങ്ങളിലെ പല മേഖലകളിലും നമ്മുടെ സഹോദരങ്ങൾ വലിയ ഭീതിയോടെയാണ് കഴിയുന്നത്. കഠിനമായ സാഹചര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന പ്രവാസികളെ ഒന്ന് വിളിച്ച് സ്നേഹത്തോടെ അന്വേഷിക്കാനോ സാഹചര്യങ്ങൾ ചോദിക്കാനോ പരിചയമുള്ളവർ പോലും തയ്യാറാകുന്നില്ല. ആവശ്യങ്ങൾ ചോദിക്കാൻ കാണിക്കുന്ന താൽപ്പര്യം അവരുടെ ജീവന്റെ സുരക്ഷയെക്കുറിച്ച് ചോദിക്കാൻ ആരും കാണിക്കുന്നില്ല. നമുക്ക് മാറാം, അവരെ ചേർത്ത് പിടിക്കാം. പ്രയാസങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ അന്വേഷിക്കാത്ത വിളിക്കാത്ത ഒരാളായി നാം മാറരുത്. അവർ അവിടെ അനുഭവിക്കുന്ന മാനസിക വിഷമങ്ങൾ കേൾക്കാൻ ഒരാളെങ്കിലും ഉണ്ടെന്ന തോന്നലാണ് അവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ആശ്വാസം. പ്രിയപ്പെട്ടവരെ, നമുക്കുവേണ്ടി മണലാരണ്യത്തിൽ ഉരുകിത്തീരുന്നവരെ കേവലം സാധനങ്ങൾ വാങ്ങിത്തരുന്ന ഒരാളായോ പണം നൽകുന്ന ആളായോ മാത്രം കാണരുത്. ആരും അന്വേഷിക്കാനില്ലാത്ത അവസ്ഥ അവർക്കുണ്ടാകാതിരിക്കട്ടെ. സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ആ കൂട്ടത്തിൽ നമുക്കും പങ്കുചേരാം. ആ ഒരു ഫോൺ കോളിനായി, സ്നേഹത്തോടെയുള്ള ഒരു അന്വേഷണത്തിനായി അവർ കാത്തിരിക്കുകയാണ്. വളരെ പ്രസക്തമായ ഒരു വിഷയമാണിത്. പണത്തെക്കാളും സാധനങ്ങളെക്കാളും ഉപരിയായി പ്രവാസികൾ ആഗ്രഹിക്കുന്നത് നാട്ടിലുള്ളവരുടെ സ്നേഹവും കരുതലും മാത്രമാണ്. ഒരു ചെറിയ ഫോൺ കോൾ പോലും അവർക്ക് വലിയ ആശ്വാസം നൽകും.